ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NABL അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 6th സെമസ്റ്റർ B-Pharm ക്വാളിറ്റി അഷുറൻസ്, ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിലെ യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് NABL അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് NABL അക്രഡിറ്റേഷൻ. നമ്മുടെ സിലബസിലെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദ session. After the session, the learner will able to understand, describe and write about what is accreditation, what is conformity assessment body or CAB, and what is NABL accreditation, its principle, procedure, and what are the benefits of this NABL accreditation. So before starting, what is NABL accreditation? First, we have to understand what is accreditation. It is different from certification. So first term, we have to understand accreditation is not same as that of certification. So accreditation of a laboratory. So we are discussing about the quality assurance, and it mainly focusing on the measurement or prevention of the quality errors as well as quality. So it basically for the laboratory, accreditation of laboratory is a process through which an authorized independent agency, which is NABL, അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഈ ഓതറൈസ്ഡ് ഇൻഡിപെൻഡന്റ് ഏജൻസിക്കുള്ള ഒരു എക്സാമ്പിൾ ആണ് NABL എന്ന് പറയുന്നത്, which will examine and certify the competence and quality system of a laboratory based on a particular predefined standard. So there are some predefined standard for this kind of independent agencies. They will examine and they will certify that, or they will give authority that this laboratory can give and consistently validated result. ഒരേപോലത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റിനും ഒരേ റിസൾട്ട് എന്നല്ല, ഒരു ടെസ്റ്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള റിസൾട്ട് തരാൻ പറ്റുന്ന ലബോറട്ടറി ആണ് എന്നുള്ളതിന് തരുന്ന ഒരു ഓതറൈസേഷൻ ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ബൈ ദിസ് അക്രഡിറ്റേഷൻ പ്രോസസ് ഇറ്റ് ക്യാൻ അഷ്യൂർ ദാറ്റ് ദ ലബോറട്ടറി ഓപ്പറേറ്റ് കോമ്പീറ്റന്റ്ലി ആൻഡ് ജനറേറ്റ് റിലയബിൾ റിസൾട്ട്, പ്രൊമോട്ടിംഗ് കോൺഫിഡൻസ് ഇൻ ദെയർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ. ചില സമയത്ത് എന്തെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ലബോറട്ടറികളായിരിക്കാം. ചില സമയത്ത് ഇത് ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചില ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് റിലയബിൾ ആയിട്ടുള്ള കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള, അത് വേരിയേഷൻ കാണിക്കാത്ത രീതിയിലുള്ള ഒരേപോലത്തെ റിസൾട്ട് ആണ് തരുന്നത് എന്നുള്ള എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Now, for an business purpose or for an organization, accreditation will provide an formal recognition in international market. ഈ ഒരു അക്രഡിറ്റേഷന്റെ ഒരു അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അവരൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലാബ് ഉണ്ട്, ഈ ലാബിന് ഇന്ന അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് പറയാൻ പറ്റുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള റെക്കഗ്നേഷൻ കൂടിയാണ് ഈ അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Now coming to next term, which will come in this NABL accreditation, that is CAB or Conformity Assessment Body. CAB എന്ന് കേൾക്കുന്ന സമയത്ത് തെറ്റിദ്ധരിക്കേണ്ട. CAB എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കൺഫോമിറ്റി അസസ്മെന്റ് ബോഡി എന്ന് പറയുന്നത് ലബോറട്ടറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. അതല്ലാതെ ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന അതോറിറ്റിനെ പറയുന്ന പേരല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ NABL അക്രഡിറ്റേഷന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് കൺഫോമിറ്റി അസസ്മെന്റ് ബോഡി ക്യാൻ ബി എനി മെഡിക്കൽ ലബോറട്ടറി ഓർ ഫുഡ് ഇൻസ്പെക്ഷൻ ലബോറട്ടറി or any other laboratory that NABL define. NABL എന്തിനാണോ ഒരു ലബോറട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിനെയാണ് കൺഫോമിറ്റി അസസ്മെന്റ് ബോഡി എന്ന് പറയുന്നത്. സോ ദീസ് ഓർഗനൈസേഷൻസ് will determine the product, service, management system or person will meet the specific requirement. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ്. ഇവിടെ കുറെ അധികം ലാബുകൾ ഉണ്ട്. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സർവീസസിനൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്ന് കൺഫേം ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, CAB അല്ലെങ്കിൽ കൺഫോമിറ്റി അസസ്മെന്റ് ബോഡി എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ക്വാളിറ്റി ലബോറട്ടറീസുകളൊക്കെ. അതുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് CAB എന്ന് പറയുന്നത്. It do not represent any accreditation bodies. Okay, ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ പലപ്പോഴും ഈ ടേം ഇങ്ങനെ റെഗുലർ ആയിട്ട് വരും. ആ സമയത്ത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം തന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. CAB ഈസ് ആൻ ടെസ്റ്റിംഗ്, കാലിബ്രേഷൻ, സർട്ടിഫിക്കേഷൻ ഓർ ഇൻസ്പെക്ഷൻ ബോഡി that will provide conformity assessment service. അവരുടെ പ്രൊഡക്റ്റിന് അവരുടെ ഒരു ക്വാളിറ്റി അസസ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് കൺഫേം ചെയ്യുന്നുണ്ട് എന്ന് തരുന്ന
അവരുടെ ഓർഗനൈസേഷനിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ക്യാബ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിനെ ലാബ് എന്ന് വെച്ചിട്ട് വിളിക്കാം. ക്യാബ് എന്ന് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിന് പകരം നിങ്ങൾക്ക് ലാബ് എന്ന് വെച്ചിട്ട് ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്രഡിറ്റേഷൻ ആൻഡ് ISO സർട്ടിഫിക്കേഷൻ? സോ അക്രഡിറ്റേഷൻ ഈസ് ആൻ റെക്കഗ്നേഷൻ ഓഫ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഓഫ് ദ ടെസ്റ്റ് സർവീസ് പ്രൊവൈഡർ ഓർ കൺഫർമിറ്റി അസസ്മെന്റ് ബോർഡ്. ആരാണോ ലാബിൽ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലാബാണോ ടെസ്റ്റുകൾ ചെയ്യുന്നത്, ആ ടെസ്റ്റിന് ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്കുള്ള ഒരു ടെക്നിക്കൽ കോമ്പിറ്റൻസിനുള്ള റെക്കഗ്നേഷൻ ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ISO സർട്ടിഫിക്കേഷൻ, ദേ വിൽ ഇവാലുവേറ്റ് ദ കൺഫോമിറ്റി അസസ്മെന്റ് ബോഡി ഓർ ലബോറട്ടറി ഫോർ എ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അവർക്ക് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടും. ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാൾക്ക് അക്രഡിറ്റേഷൻ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ ലാബിൽ നടക്കുന്ന ടെസ്റ്റുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ റിസൾട്ടിൽ കൺഫോമിറ്റി കാണിക്കുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റുകൾക്കുള്ള അക്രഡിറ്റേഷൻസുകളാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. മറ്റേത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന അവരുടെ ഓരോ പ്രൊസീജിയേഴ്സിനും അവർക്ക് അതിന്റെ രീതിയിലുള്ള കൺഫോമിറ്റി കിട്ടേണ്ടതുണ്ട്. ഓക്കെ, സോ അക്രഡിറ്റേഷൻ ഈസ് എ സ്റ്റെപ്പ് ബിയോണ്ട് ദ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡഡ് ബൈ ISO 9000 and by assessing for compliance with the international accepted criteria, accreditation will provide greater level of information than ISO certification. Okay, so this is the difference between accreditation and ISO certification. Now, what are the advantages of accreditation process for an organization? It will provide higher level of confidence in calibration and testing report issued by the laboratory. ഇപ്പോൾ ഒരു NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറി തരുന്ന റിസൾട്ടിന് എപ്പോഴും അതിനൊരു സെറ്റഡ് വാല്യൂ ഉണ്ട്. കാരണം അവർക്കൊരു അക്രഡിറ്റേഷൻ പ്രോസസ്സുമായി അക്രഡിറ്റേഷൻ കിട്ടിയതാണ്. ആ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ലാബുകൾ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒതന്റിക് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. ഇറ്റ് വിൽ ഇൻക്രീസസ് ബിസിനസ് വിത്ത് ദ ഗ്രേറ്റർ കസ്റ്റമർ കോൺഫിഡൻസ് ഇൻ ദ ടെസ്റ്റിംഗ് റിപ്പോർട്ട്, improved control over the laboratory operation to maintain the sound quality management system. It will guarantee the reliable test result, reducing the need of retesting, and thereby it can reduce the cost of entire process. പലപ്പോഴും പല ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റിൽ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇത് മാർക്കറ്റിൽ എത്തിയതിനു ശേഷം ആണ് ഈ ടെസ്റ്റ് മിസ്റ്റേക്ക് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ അത്രയും കോസ്റ്റ് മാർക്കറ്റിൽ നിന്ന് റീകോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരും. കോസ്റ്റ് ഭയങ്കരമായിട്ട് അവർക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ വിസിബിലിറ്റി ഇൻ ദ മാർക്കറ്റ് ആസ് ഗുഡ് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡർ. സോ അനദർ ബ്രാൻഡ് കൊടുക്കുകയാണ്. NABL അക്രഡിറ്റേറ്റ് ആയുള്ള ലാബാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒതന്റിക് ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ടോപ്പിക്, വാട്ട് ഈസ് NABL? NABL means National Accreditation Board for Testing and Calibration Laboratory. So that is the full form of NABL, National Accreditation Board for Testing and Calibration Laboratories, NABL. Autonomous body under the Quality Council of India, QCI എന്ന് പറയുന്ന കൗൺസിലിന്റെ കീഴിലുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതില് ബാക്കിയുള്ള ആർക്കും ഇൻവോൾവ് ആവാൻ പറ്റില്ല. അതായത് വേറൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ന റിസൾട്ടിന് ഇന്നത് ചെയ്യണമെന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ബോഡി അണ്ടർ ദ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഓൺ ആൻഡ് ഓൺലി അക്രഡിറ്റേഷൻ ബോഡി ഓഫ് ഇന്ത്യ. ഒരേ ഒരു അക്രഡിറ്റേഷൻ ബോഡി മാത്രമാണ് NABL എന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ദ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ദ റിസൾട്ട്. ആൻഡ് അതർ ദാൻ ദിസ് ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റിന് മാത്രമല്ല നമ്മൾ പറയുന്നത്, ഈ ബോഡിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ദേ ഹാവ് ആൻഡ് സിഗ്നേറ്ററി മ്യൂച്വൽ റെക്കഗ്നേഷൻ അഗ്രിമെന്റ് വിത്ത് ദ regional body, that is Asian Specific Laboratory Accreditation Corporation, and apex body, that is the International Laboratory Accreditation Corporation. So internationally ഈ പറയുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഇന്റർനാഷണൽ ലബോറട്ടറി അക്രഡിറ്റേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഏഷ്യയിൽ ഇത് കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ഏഷ്യ പസഫിക് ലബോറട്ടറി അക്രഡിറ്റേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള ഇവരുടെ അഗ്രിമെന്റോട് കൂടിയിട്ട് റെക്കഗ്നേഷൻ കൊടുക്കുന്ന ഒരു
ഓട്ടോണോമസ് ബോഡിയാണ് NABL എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? ഇറ്റ് ഹാവ് ആൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ഈ അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ റീജിയണൽ ബോഡിയുടെ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് NABL ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് ആൻ ഇന്റർനാഷണലി equivalent accreditation process. Okay, so this is actually NABL started for the authentication or providing accreditation to the laboratory which is involved in the testing and calibration. But now it's also for giving accreditation for clinical laboratory. Now, which standard they are following? ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? സോ ദർ ആർ ടു സ്റ്റാൻഡേർഡ്, ISO or IEC 17025 in 2005 ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്, which will give the general requirement of competency for testing and calibration laboratories. And ISO 15189 2012 ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്, which will give requirement of quality and competency of medical laboratory. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസിന് വേണ്ടിയിട്ടാണ് NABL എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. അതാണ് 2012 ISO സ്റ്റാൻഡേർഡ് പ്രകാരം മെഡിക്കൽ ലബോറട്ടറീസിനും അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ദ NABL അക്രഡിറ്റേഷൻ ഫോളോസ്. Now coming to the field of CAB or laboratory covered by NABL, ഇത്രയും ടെസ്റ്റിംഗ് ലബോറട്ടറീസിന് NABL അക്രഡിറ്റേഷന് പോകാൻ പറ്റും. ബയോളജിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ആയിട്ടുള്ള ബയോളജിക്കൽ ലബോറട്ടറി, കെമിക്കൽ ലബോറട്ടറി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫ്ലൂയിഡ് ഫ്ലോ, മെക്കാനിക്കൽ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഫോട്ടോമെട്രിക്, റേഡിയോളജി, തെർമൽ ആൻഡ് ഫോറൻസിക് ടെസ്റ്റിംഗ്, and calibration laboratories like electrochemical laboratories, mechanical laboratories, fluid flow laboratories, thermal and optical and radiological calibration laboratories, and medical laboratories including clinical biochemistry, clinical pathology, hematology and immunohematology, microbiology, serology, histology, cytopathology, nuclear medicine, and proficiency testing provider. So other than this, just for testing, sometimes this organization or laboratory has to go for proficiency testing. ഏത് എക്സ്റ്റെന്റ് വരെ ഈ ഒരു ലാബിന്റെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രീ സെറ്റ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് മാത്രമാണ് NABL നോക്കുന്നത്. അതിന്റെ മുകളിലേക്ക് സ്റ്റാൻഡേർഡ് ഉള്ള ലബോറട്ടറീസിന് അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രൊവൈഡ്സ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ്, കാലിബ്രേഷൻ, മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ റെഫറൻസ് മെറ്റീരിയൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പല ലാബുകൾക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ്സ് അസേ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിന് യൂസ് ചെയ്യാറുണ്ട്. അതിനെ കാലിബ്രേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പല ലബോറട്ടറീസുകളുണ്ട്. അവർക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഈ NABL ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ CAB represent some laboratory which will follow some kind of testers or calibration process. Okay. Now, what is the validity of NABL accreditation? We will get, after the accreditation process, we will get 2 years of validity. ഒരിക്കൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷമാണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു റിന്യൂ ഇറ്റ്, വി ഹാവ് ടു അപ്ലൈ 6 months ബിഫോർ ദ എക്സ്പയറേഷൻ ഓഫ് ദ വാലിഡിറ്റി. 2 വർഷം കഴിയുന്നതിന്റെ 6 മാസം മുന്നേ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം അടുത്ത റിന്യൂവലിന് വേണ്ടിയിട്ട്, NABL അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്. ഓക്കെ, now that is the validity of NABL accreditation. Now coming to the principle of NABL accreditation. ഒരു NABL accreditation പോകുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രിൻസിപ്പിൾസുകൾ ഈ പറയുന്ന ലാബും അതുപോലെ തന്നെ NABL അക്രഡിറ്റേഷൻ പ്രോസസ്സും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഇംപാർഷ്യാലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. സോ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ബോഡി ഒരു ഓട്ടോണോമസ് ആണെന്ന് പറഞ്ഞു. അതിൽ യാതൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാവാൻ പാടില്ല. ഗവൺമെന്റ് ഇൻഫ്ലുവൻസോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസോ ഉണ്ടാവാൻ പാടില്ല. സോ എവറി അക്രഡിറ്റേഷൻ പ്രോസസ് ഷുഡ് ബി കണ്ടക്ടഡ് ഇംപാർഷ്യലി വിത്തൗട്ട് എനി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അതില് അസസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ യാതൊരു രീതിയിലുള്ള ബയാസും ഉണ്ടാവാൻ പാടില്ല. ഏത് രീതിയിലുള്ള ബയാസും, പൊളിറ്റിക്കൽ ആവാം, ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ വേറെ പ്രൊഫഷണൽ ഏതെങ്കിലും രീതിയിലുള്ള ഈഗോന്റെ പേരിൽ ഒന്നും ഒരു കാരണവശാലും ആ ഒരു ഇംപാർഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല. ചില ലാബുകൾക്ക് റിസൾട്ടുകൾ ആ രീതിയിൽ കൊടുക്കാൻ പാടില്ല. ആൻഡ് ആൾസോ ദ അക്രഡിറ്റഡ് ലബോറട്ടറി ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ദ എത്തിക്കൽ പ്രാക്ടീസ് ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ ദെയർ. ബോഡി മാത്രം കാണിച്ചാൽ പോരാ, അക്രഡിറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ടെസ്റ്റിന് സാമ്പിൾ വരുന്ന സമയത്ത് അവരും ആ ഒരു ഇന്റഗ്രിറ്റി, എത്തിക്കൽ ആയിട്ടുള്ള
കൺസിഡറേഷൻ അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. അവരും റിസൾട്ടിൽ മാനിപ്പുലേഷനും കാര്യങ്ങളൊന്നും കാണിക്കാത്ത രീതിയിലായിരിക്കണം ഈ പറയുന്ന ലബോറട്ടറീസുകൾ ഫോളോ ചെയ്യേണ്ടത്. Now, second one is competence. So, accreditation process is for evaluating the competence of the laboratories. Okay. So, accreditation is to verify the technical competency of the laboratory, which will include the qualification of the personnel, adequacy of equipments, calibration and maintenance of the instruments, and overall the quality management system. ISO-ൽ നമ്മൾ വരുന്ന സമയത്ത് ഓവറോൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം മാത്രമേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അക്രിഡിറ്റേഷൻ വരുന്ന സമയത്ത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കൂടെ they have to verify the qualification of the person who are performing this kind of test and adequacy of the equipment, whether there is a sufficient number of equipments or not. അവർക്ക് വരുന്ന സാമ്പിളിന്റെ നമ്പറിനനുസരിച്ച് അത്രത്തോളം നമ്പർ ഓഫ് എക്യുപ്മെന്റ്സുകൾ അവരുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ how they are maintaining the instruments. Okay. Now, third one is transparency. Accreditation process should be with a clear defined criteria and requirement. So, ഇത് both the lab as well as the body has to follow. അതായത് അവരുടെ ഒരു അക്രിഡിറ്റേഷൻ പ്രോസസ്സിൽ പറഞ്ഞ ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമേ പ്രോസസ്സ് നടക്കാൻ പാടുള്ളൂ. അവർക്ക് അതിന് വേണ്ട റിക്വയർമെന്റ്സുകൾ അവിടെ ഉണ്ടാക്കേണ്ടത്. അവർ റിക്വയർമെന്റ്സിൽ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സുകളൊക്കെ ഒരു ലാബ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്രിഡിറ്റേഷൻ ബോഡി ഒരു കാരണവശാലും പിന്നെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ക്ലാരിറ്റി അതിലുണ്ടായിരിക്കണം. എന്താണോ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അക്രിഡിറ്റേഷൻ പ്രോസസ്സ് നടക്കാൻ പാടുള്ളൂ. നൗ ഫോർത്ത് വൺ ഈസ് കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്. ഈ ഒരു അക്രിഡിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ലാബിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ആവരുത്. അക്രിഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലബോറട്ടറി കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടുള്ള അസസിങ്ങും അവരുടെ പെർഫോമൻസ് there should be increase their quality, continuous improvement by regular assessing their performance, identifying area of enhancement and implementing the corrective action. Now, fifth one is international recognition. അപ്പോൾ NABL എന്താന്ന് നമ്മൾ പറഞ്ഞു, അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. They have mutual recognition agreement with the regional as well as apex body. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് ആയിരിക്കും. സോ ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ ദോസ് ലബോറട്ടറി ഹു ആർ ഗോയിങ് ടു ടെസ്റ്റ് their product for exporting as well as calibration. അവര് ഡിഫറെന്റ് രാജ്യത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി നിർബന്ധമായിട്ടും ഒരു NABL അക്രഡിറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല കോംപ്ലിക്കേഷൻസുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഷുഡ് ബി കസ്റ്റമർ ഫോക്കസിങ്. എന്താണോ കസ്റ്റമറുടെ റിക്വയർമെന്റ്, അവര് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള റിലയബിൾ ആയിട്ടുള്ള ടൈംലി റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ലാബ് ആവണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലബോറട്ടറി ആയിരിക്കണം ഈ പറയുന്ന NABL അക്രഡിറ്റഡ് ആയിട്ടുള്ളതായതും അതുപോലെ ബോഡി ആണെങ്കിലും ടൈംലി ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദേ ഷുഡ് ഫോളോ ആൻഡ് റിസ്ക് ബേസ്ഡ് അപ്രോച്ചസ് ടു ഐഡന്റിഫൈ ദ റിസ്ക് ആസ് വെൽ ആസ് ടു മാനേജ് what they can impact on the quality of the product, അല്ലെങ്കിൽ റിസൾട്ടിന്റെ ക്വാളിറ്റി ഓഫ് ദ റിസൾട്ടിൽ എങ്ങനെയാണ് ഈ പറയുന്ന റിസ്കുകളൊക്കെ മാറ്റം വരുത്തുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള അപ്രോച്ചസുകൾ ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രൊസീജിയർ ഫോർ അക്രഡിറ്റേഷൻ. നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ, there are 10 steps which involved in the procedure for NABL accreditation. First one is application submission, second document review, pre-assessment which is optional, then assessment, then preparing non-conformity report and corrective action, then verification of corrective action, granting accreditation, surveillance and reassessment, appealing and compliance, and proficiency testing and inter-laboratory comparison. So let's start with the first step, that is application submission. So we have to apply for this accreditation process in an specified format. Prescribed form ഉണ്ടാവും, NABLന്റെ സൈറ്റ് അല്ലെങ്കിൽ NABL പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടാവണം. ആൻഡ് വി ഹാവ് ടു അപ്ലൈ ഇൻ ട്രിപ്ലിക്കേറ്റ്. 3 കോപ്പി കൊടുത്തിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, അലോങ് വിത്ത് ദ ക്വാളിറ്റി മാനുവൽ ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഈ അപ്ലിക്കേഷൻ മാത്രം പോരാ, വി ഹാവ് ടു അപ്ലൈ ദിസ് ഇൻ ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ഫോം ഇൻ ട്രിപ്ലിക്കേറ്റ്. 3 കോപ്പി ആയിട്ടാണ് കൊടുക്കേണ്ടത്, along with the 2 copy of quality manuals as well as
quality manual which will describe the management system as per the ISO or IEC guidelines as applicable, and they have to give some additional reports like the scope of laboratory testing, then management structure, quality manual, etc. And we have to fee some non-refundable application fees depending on the number of accreditation process we have to follow. ഏത് ടെസ്റ്റിനാണ് അല്ലെങ്കിൽ എത്ര എക്യുപ്മെന്റ്സിനാണ് എന്നുള്ളതിനനുസരിച്ച് ദാറ്റ് അപ്ലിക്കേഷൻ ഫീ വിൽ ബി വാല്യൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഷുഡ് ബി ഇൻ ട്രിപ്ലിക്കേറ്റ് ആൻഡ് വി ഹാവ് ടു ഗിവ് 2 copies of quality manuals. Okay, that is mandatory thing. Now coming to the second step, that is document review. So once we apply the application in a prescribed form to the Secretariat of NABL, they will provide an acknowledgement number, which is an unique ID number. നമുക്ക് സാധാരണ നമ്മളെല്ലാം കൊടുക്കുന്ന സമയത്തൊക്കെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് they will give some kind of unique number, application number. അതുപോലെ ഒരു application number നമുക്ക് തരും. So that can be used for the further reference. നമ്മളെ പേര് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഒരു ലാബിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ NABL അക്രഡിറ്റേഷൻ ഒക്കെ പോവാന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ യൂണീക്ക് ആയിട്ടുള്ള നമ്പറുകൾ ഉണ്ടാവും. That has to be used for the correspondence. Then NABL, they will scrutinize the application and they will review. First they will review the paper only. നമ്മൾ കൊടുത്തിരിക്കുന്ന പേപ്പർ ISO സ്റ്റാൻഡേർഡ് പ്രകാരം എല്ലാ റിക്വയർമെന്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് പേപ്പർ മാത്രം അവർ റിവ്യൂ ചെയ്യും. ഓക്കെ, ആ പേപ്പറിൽ ഇഫ് ദേ ആർ ഫൗണ്ടിങ് എനി കൈൻഡ് ഓഫ് ഡെഫിഷ്യൻസീസ് ഐഡന്റിഫൈ, ദേ വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റെസ്പെക്റ്റീവ് ലാബ്. ആരാണോ അപ്ലിക്കേഷൻ കൊടുത്തത് അവർക്ക് അത് പറയും, നിങ്ങൾ തന്ന ഡോക്യുമെന്റിൽ ഇന്ന ഡോക്യുമെന്റിലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെന്റിൽ ക്ലാരിറ്റി ഇല്ല, സോ വി ഹാവ് ടു ക്ലാരിഫൈ ദറ്റ് എന്നല്ലെങ്കിൽ നോൺ കൺഫോമിറ്റി ഉണ്ട്, ഏതെങ്കിലും ഇൻഫോർമേഷൻസ് സഫീഷ്യന്റ് ആണ്, ഇൻസഫീഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവർ ചോദിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ഡോക്യുമെന്റ് റിവ്യൂ. Now coming to the third, that is the pre-assessment, which is an optional steps. So once the NABL Secretariat, they will review the application and they will appoint an lead assessor. ഒരു ഹെഡിനെ അല്ലെങ്കിൽ ഒരു ഈ ലാബിനെ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ അത് അവർ അപ്പോയിന്റ് ചെയ്യും. They will organize an pre-assessment visit to the laboratory. Okay, എവിടെയാണോ ഈ പറയുന്ന അക്രഡിറ്റേഷൻ കിട്ടുന്നത് അവർക്ക് ഒരു പ്രീ അസസ്മെന്റ് വിസിറ്റ് നടത്താനുള്ള അതോറിറ്റി ഉണ്ട്. അവിടെ ഒരാൾ മാത്രമായിരിക്കും സ്വാഭാവികമായിട്ടും പോകുന്നുണ്ടാവുക. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ലബോറട്ടറി ടു ഐഡന്റിഫൈ ദ ഗ്യാപ്സ് ഇൻ കംപ്ലൈൻസ് ആൻഡ് നോൺ കൺഫോമിറ്റി. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ ദേ വിൽ ഇവാലുവേറ്റ് ഹൗ പ്രിപ്പയർഡ് ദ സാബ് ഫോർ ദ അസസ്മെന്റ്, how many assessor will be required for the second assessment. അല്ല, ഇതൊരു ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. ഒരു ഫൈനൽ അസസ്മെന്റിന് എത്ര അസസേഴ്സിന്റെ ആവശ്യം ഉണ്ടാവും എന്നുള്ളത്, വിച്ച് കീ ലൊക്കേഷൻ മസ്റ്റ് ബി വിസിറ്റഡ്, ഈ ഒരു ലാബിൽ ഏത് സ്ഥലത്താണ് ഇനി ഒരു ഗ്രൂപ്പ് ഒരു ഫൈനൽ അസസ്മെന്റ് നടക്കുന്ന സമയത്ത് എവിടെയാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ once they finish their visit, the lead assessor will prepare a report on pre-assessment and they will send this to NABL as well as CAB. NABL-നും ഈ അസസർ ഒരു റിപ്പോർട്ട് കൊടുക്കും, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇന്ന കാര്യത്തിലൊക്കെ ഡെഫിഷ്യൻസി ഉള്ളതാണ്. ഈ റിപ്പോർട്ട് NABL-നും കൊടുക്കും, ഒരു കോപ്പി അതാത് ലാബ് അല്ലെങ്കിൽ ക്യാബിനും കൊടുക്കും. ഓക്കെ, സോ CAB ഹാസ് ടു ടേക്ക് ദ നെസസറി കറക്റ്റീവ് ആക്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഡെഫിഷ്യൻസി. എന്തൊക്കെയാണോ ഡെഫിഷ്യൻസി അവിടെ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് CAB അവിടെ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ബിഫോർ ദ അസസ്മെന്റ്, അടുത്ത അസസ്മെന്റ് വരുന്നതിന് മുമ്പ് ആ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് അവർ നടത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് അസസ്മെന്റ്. സോ NABL വിൽ സെറ്റ് ആൻഡ് ടീം. അസസറെ നേരത്തെ ഉണ്ടായിരുന്നുള്ള ഒരു ലീഡ് അസസർ മാത്രമായിരുന്നു പ്രീ അസസ്മെന്റിന് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അസസ്മെന്റിന് വരുന്നത് ഒരു ടീം ആയിട്ടായിരിക്കും, വിച്ച് വിൽ ഇൻക്ലൂഡ് സം എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. ഏത് ടൈപ്പ് ഓഫ് ലബോറട്ടറി ആണോ അക്രഡിറ്റേഷന് പോകുന്നത് ആ ഫീൽഡിലുള്ള എക്സ്പേർട്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടീമിനെ അവിടെ സെറ്റ് ചെയ്യും വിത്ത് ലീഡിങ് ഫ്രം ദ ലീഡ് അസസർ. ആരാണോ ലീഡ് അസസർ അവരാണ് ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ കണ്ടക്ട് ഓൺ സൈറ്റ് അസസ്മെന്റ് ടു ഇവാലുവേറ്റ്, റിവ്യൂ ആൻഡ് വെരിഫൈ ഇറ്റ്സ് കംപ്ലൈൻസ് വിത്ത് ദ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്. സോ ദിസ് ടീം വിൽ ഇവാലുവേറ്റ് ആൻഡ് evaluate the CAB technical competence and identify the non-conformity if there any. Okay.
അപ്പോ പ്രീ അസസ്മെന്റിന്റെ സമയത്ത് ലീഡ് അസസർ മാത്രമാണ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഓൺ സൈറ്റിലോട്ട് വന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചില കറക്ഷൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ കറക്ഷൻസുകളൊക്കെ മാറ്റിയതിന് ശേഷം ക്യാബുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഓഫ് അസസ്മെന്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്യും. ആ ഡേറ്റിൽ ഒരു ടീമായിട്ടായിരിക്കും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക വിത്ത് റെസ്പെക്റ്റീവ് എക്സ്പേർട്ട് ഫ്രം ദ റെസ്പെക്റ്റീവ് ലബോറട്ടറി. അപ്പൊ അതൊരു ക്ലിനിക്കൽ ലബോറട്ടറി ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ, ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു അസസറെ കൊടുത്തിട്ട് കാര്യമില്ല. ആ ക്ലിനിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ ആ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു അസസ്മെന്റിന് വരിക. ഓക്കെ. Now, they will assess for their technical competence like evaluation of the staff qualification, evaluation of their training, experience, competency, etc. Then they will evaluate the equipment and facility. They will inspect on laboratory equipments, calibration status, maintenance records, and environmental conditions. They are storing the equipments. Then quality management system like internal audit management system, corrective action, preventive action എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം റിവ്യൂ ചെയ്യും. Then test and calibration method. They will verify the standard operating procedure, validation of method, accuracy of the test and calibration result. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഈ ലാബിലുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ അവർ അസസ് ചെയ്യും. ഓക്കെ. Now, after this assessment, they will prepare and report. If they are deficient, that will be non-conformity report. If they are satisfied, they will give an assessment report based on what they are finding in that organization. എന്താണോ അവർക്ക് കണ്ടത് അത് ഓക്കെ ആണ്, എല്ലാ സ്റ്റാൻഡേർഡുകളും അവർ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ they will recommend to the NABL for the accreditation. If they are not satisfied, അവർ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ they will prepare a non-conformity report. Again, അവർ കുറച്ചുകൂടി സമയം അതാത് ഓർഗനൈസേഷന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കറക്റ്റീവ് ആക്ഷൻസുകൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു സ്പെസിഫൈഡ് ടൈം കൊടുക്കും. ആ സമയത്തിനുള്ളിൽ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ റിവ്യൂ, അതർവൈസ് ദേ വിൽ ഡിക്ലൈൻ ദ അക്രഡിറ്റേഷൻ. ഓക്കെ. ഓൾറെഡി അവർ സ്റ്റാറ്റസ് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ റെക്കമെൻഡ് ടു NABL സെക്രട്ടേറിയറ്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യും. അവർ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നോൺ കൺഫർമേറ്റി റിപ്പോർട്ട് അവിടെ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ദിസ് റിപ്പോർട്ട് വിൽ ബി സെൻഡ് ടു ദ NABL സെക്രട്ടേറിയറ്റ് ആൻഡ് എ കോപ്പി വിൽ ബി പ്രൊവൈഡഡ് ടു ദ CAB അറ്റ് ദ എൻഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ആൻഡ് ദ ലബോറട്ടറി, നൗ ഇറ്റ്സ് ഇൻ ദ ഹാൻഡ് ഓഫ് ലബോറട്ടറി. ഈ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു നോൺ കൺഫർമേറ്റി റിപ്പോർട്ടാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ടേക്ക് ദ കറക്റ്റീവ് ആക്ഷൻ and they have to provide the evidence for the corrective action. വെറുതെ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, എന്തൊക്കെ ആക്ഷൻസുകളാണ് ഞങ്ങൾ എടുത്തത് എന്നുള്ളതിന്റെ എവിഡൻസ് ഇൻ പേപ്പർ they have to provide within the stipulated time. എന്തൊക്കെയാണോ നോൺ കൺഫർമേറ്റി അവർ കണ്ടെത്തിയത്, അതെന്തൊക്കെയാണ്, അത് കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ എന്തൊക്കെ മെഷറുകൾ എടുത്തു, അതിനുള്ള ഡോക്യുമെന്റ്സ് വിത്ത് പ്രൂഫ്. ചില സമയത്ത് കാലിബ്രേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മാൽ ഫംഗ്ഷനിങ് ആണെന്നുള്ളതായിരിക്കാം. ഇങ്ങനെ പല റിപ്പോർട്ടുകളായിരിക്കും അവർ കണ്ടെത്തിയിട്ടുണ്ടാവുക. അതൊക്കെ ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിന്റെ ഉള്ളിൽ അവര് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡാറ്റയെ വെച്ചിട്ട് അവർക്ക് വീണ്ടും കൊടുക്കാൻ പറ്റുന്നതാണ്. സോ once if they are non-conformed, they will give sufficient time for this corrective action. ആ കറക്റ്റീവ് ആക്ഷന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ they will check, they will verify the effectiveness of the corrective action implemented by the laboratory. ആ സ്പെസിഫിക് ടൈമിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കറക്റ്റീവ് ആക്ഷൻസ് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അവർ റിവ്യൂ ചെയ്യും. ആൻഡ് ഇഫ് റിക്വയർഡ് ദേ വിൽ ഗോ ഫോർ അനദർ ഫോളോ അപ്പ് അസസ്മെന്റ്. ചിലപ്പോൾ ഓൺ സൈറ്റിൽ വീണ്ടും പോകേണ്ടി വരേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരു ഫോളോ അപ്പ് അസസ്മെന്റ് നടക്കും. ഓർ സം ടൈം ഇഫ് ദ റിവ്യൂ ഓഫ് ഡോക്യുമെന്റ് ഈസ് സഫിഷ്യന്റ് ദേ വിൽ ഡു ഇറ്റ്. അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം റിവ്യൂ ചെയ്യും. ആൻഡ് ഫൈനലി ദേ വിൽ ഗീവ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് അക്രഡിറ്റേഷൻ, ഗ്രാൻഡിങ് ഓഫ് അക്രഡിറ്റേഷൻ പ്രോസസ്. അപ്പോ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നോൺ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട് ഒക്കെ നോക്കിയ സമയത്ത് ഓൾ ദ നോൺ കൺഫർമിറ്റി ഹാസ് ബീൻ അഡ്രസ്ഡ് ആൻഡ് ദേ ആർ ഓൺ സക്സസ്ഫുൾ വെരിഫിക്കേഷൻ ഓഫ് കറക്റ്റീവ് ആക്ഷൻ. Accreditation committee will review the assessment report and recommend the granting. Finally, the secretariat, the chairman, will provide the accreditation certificate with their NABL hologram, unique number, discipline, and scope of accreditation along with the validity date. അപ്പോൾ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക. ദാറ്റ് വിൽ ബി സൈൻഡ് ബൈ ഓർ ഇഷ്യൂഡ് ബൈ ദ ചെയർമാൻ ഓഫ് NABL. NABL ചെയർമാൻ ആയിരിക്കും ആ പറയുന്ന സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക.
Okay. Now coming to the next step, that the surveillance and reassessment. So once they are providing the accreditation, NABL have every right to survey for the periodic surveillance of assessment. Accredited ആയിട്ടുള്ള ഒരു ലബോറട്ടറിയിൽ ഏത് സമയത്തും ഒരു റീ ഇൻസ്പെക്ഷൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദ അക്രഡിറ്റേറ്റഡ് സ്റ്റാൻഡേർഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീരിയഡിക് ആയിട്ടുള്ള സർവൈലൻസ് അസസ്മെന്റ് ആനുവലി നടത്തേണ്ടതുണ്ട്. ആൻഡ് ദേ കണ്ടിന്യൂ ടു കംപ്ലൈൻ വിത്ത് ദ അക്രഡിറ്റേഷൻ ആക്സസ്. ചില സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പല മെഷീൻസുകളും പല എക്യുപ്മെന്റ്സുകളും ഒക്കെ ലാബിൽ ഉണ്ടാവും. കുറച്ച് കഴിയുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ സാധനം കാണാതാവുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അതിനർത്ഥം ആര് എന്ത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. ലാബുകാർ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മാൽ ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോ അക്രഡിറ്റേറ്റഡ് ആയിട്ടുള്ള ലാബാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 ഇയർ നടക്കുന്ന സമയത്തും 2 ഇയറിലും അതേ അക്രഡിറ്റേറ്റഡ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ if required reassessment may be conducted at the end of the accreditation cycle. 2 ഇയർ ആണ് വാലിഡിറ്റി എന്ന് പറഞ്ഞു. അപ്പോ ആ 2 ഇയറിന്റെ സമയാവുന്ന സമയത്ത് ബിഫോർ 6 months itself we have to apply for next renewal of the NABL accreditation. Now the laboratory of CAB have all the right to appeal the decision of NABL with the document. So NABL accreditation നടന്നു, ആ അസസർ ഇംപാർഷ്യാലിറ്റി കാണിച്ചു, ജെനുവിൻ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ലാബിനുണ്ട്, പക്ഷെ അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ദേ ക്യാൻ അപ്പീൽ. ഓക്കെ. NABL അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കേഷൻ സ്റ്റാറ്റസിന് അപ്പീൽ ചെയ്യാം. ഇഫ് ദേ ആർ നോട്ട് അഗ്രീയിങ് വിത്ത് ദ ഡിസിഷൻ ഓഫ് NABL, ഇറ്റ് മേ ബി അപ്പീൽ ടു ദ ഡയറക്ടർ ഓഫ് ദി NABL വിത്ത് നെസസറി ഇൻഫർമേഷൻ. സോ ആൾസോ ദ കസ്റ്റമർ, ആരാണോ ആ ലാബിന്ന് ടെസ്റ്റ് ചെയ്യുന്നത്, ദേ ആൾസോ ഹാവ് സം റൈറ്റ്. NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ലാബിന്ന് ടെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സുകൾ, അത് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്യുന്ന നമ്മളെ ലാബ് ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പോലെയുള്ള ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പുറത്തിലൊക്കെ നടക്കുന്ന ഈ പറയുന്ന കസ്റ്റമർ ആയിരിക്കാം. ദേ ഹാവ് ഓൾ ദ റൈറ്റ് ടു ഹാൻഡിൽ ദ കംപ്ലൈൻസ് ഓഫ് ദിസ് ലബോറട്ടറി. ഒരു ടെസ്റ്റ് റിപ്പോർട്ട് തന്നു, അയാൾ പോയി വേറൊരു ലാബിൽ ടെസ്റ്റ് ചെയ്തു, ഈ രണ്ട് ടെസ്റ്റുകൾ തമ്മിൽ ഡിഫറെന്റ് നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഹാവ് സം റൈറ്റ് ടു കംപ്ലൈൻ ടു ദ NABL. NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്, അവർക്ക് നേരിട്ട് അവിടെ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റൈറ്റും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. സോ ബോത്ത് ദ കസ്റ്റമർ ആസ് വെൽ ആസ് ദ ലാബ് ഹാവ് എവരി റൈറ്റ് ടു അപ്പീൽ ആസ് വെൽ ആസ് ഫോർ കംപ്ലൈന്റ്. Now last one, proficiency testing or inter laboratory testing. So continuous ആയിട്ട് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മാത്രം ഫോളോ ചെയ്താൽ മതിയാവില്ല. കാലത്തിനനുസരിച്ച് ലബോറട്ടറിയിലുള്ള ചേഞ്ചസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സം കൈൻഡ് ഓഫ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് or inter laboratory comparison to validate their testing and calibration performances. So by this, by involving this kind of proficiency testing, it will help to identify the area of improvement and enhance the reliability of the result. പല ലാബുകളും ഒരു കൊളാബറേഷൻ വഴിയോ അല്ലെങ്കിൽ അവരുടെ രണ്ട് ലാബിൽ ഒരേ ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും മെത്തേഡ്സുകളൊക്കെ അവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. So that's all about the NABL accreditation process. ഇതെത്രയാണ് പ്രൊസീജിയേഴ്സുകളായിട്ട് നമുക്ക് പറയാനുള്ളത്. Now, how to prepare for an accreditation? ഇതാണ് സ്റ്റെപ്പുകൾ. ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? അതായത് ആ ലാബ് എന്നുള്ള രീതിയിൽ മറ്റേത് NABL അക്രഡിറ്റേഷൻ നടത്തുന്നതാണ്, ബോഡി നടത്തുന്ന പ്രോസസ്സാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ലാബ് എങ്ങനെയാണ് ഈ അക്രഡിറ്റേഷന് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു obtain the NABL document from the NABL secretariat. എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമുക്ക് അക്രഡിറ്റേഷന് വേണ്ടി പോകേണ്ടത്, ആ പറയുന്ന ഡോക്യുമെന്റുകൾ ഒബ്റ്റെയിൻ ചെയ്യണം. വി ഹാവ് ടു ഫെമിലറൈസ് വിത്ത് ഇറ്റ്. ആൻഡ് സെക്കൻഡ് വൺ, ഏതെങ്കിലും ഒരു സ്റ്റാഫ് എങ്കിലും, ഒരു പേഴ്സൺ എങ്കിലും, ആ ഒരു ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ലാബിലുള്ള ഒരാളെങ്കിലും NABL ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് NABL
അക്രഡിറ്റേഷന് വേണ്ട മാൻഡേറ്ററി കാര്യങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഇന്റേണൽ ഓഡിറ്റിലൊക്കെ ആ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ് എന്നുള്ളതുണ്ടായിരിക്കും. നൗ അപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് along with the application we have to give that quality manual. So laboratory should prepare its own quality manual. Then for the test, each test has to be done with an prepared standard operating procedure. So അതവിടെ ഉണ്ടോ എന്നുള്ളത് ആദ്യം, അതില്ലാത്തൊരു സ്ഥലത്ത് അക്രഡിറ്റേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട. Every equipments and every test has to be followed by pre-written സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അത് ടെസ്റ്റിനും ബാധകമാണ്, എക്യുപ്മെന്റ്സിനും ബാധകമാണ്. ഇതെല്ലാം ആ ലാബിൽ ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ വി ഹാവ് ടു കാലിബ്രേറ്റ് ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് എക്യുപ്മെന്റ്സ് വിച്ച് യൂസ്ഡ് ഫോർ ദ ടെസ്റ്റ് ആൻഡ് വി ഹാവ് ടു എൻഷുർ ദ കറക്റ്റ് എൻവിറോൺമെന്റൽ കണ്ടീഷൻ വിച്ച് ആർ മെയിൻറ്റൈൻഡ് ഇൻ ദ ലബോറട്ടറി ആൻഡ് ട്രെയിൻ പേഴ്സണൽസ് ഓൺ ഡോക്യുമെന്റേഷൻ ആസ്പെക്ട്സ്. എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് കീപ്പ് ചെയ്യേണ്ടത്, ഓരോ സമയത്തും എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. Now they have to check the status of current technical competency and quality system by comparing with the NABL standards. ഒരു ലാബിൽ ഓൾറെഡി കുറെ അധികം എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, കുറെ അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസുകൾ ഉണ്ട് ഫോർ പെർഫോമിംഗ് ദ ടെസ്റ്റ്. They have to compare whether their standard is meeting with the NABL standard or not. If not, they have to take necessary corrective action before applying for the accreditation process. Now, they have to include the internal quality control in sampling and analysis. They have to take part in the external quality assessment scheme. Then they have to evaluate the complaints with the IQC, internal quality control, as well as external quality assessment scheme, and take corrective action. And perform internal audit and management review to assess the preparedness for NABL. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്ലിക്കേറ്റ് ആയിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അപ്ലിക്കേഷൻ ഫീ അടിച്ച് ക്വാളിറ്റി മാനേജ്മെന്റ് മാനുവലും കൂടി അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ലാബില് അല്ലെങ്കിൽ ക്യാബില് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? ഫസ്റ്റ് വൺ ഈസ് എൻഹാൻസ്മെന്റ് ഓഫ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. NABL അക്രഡിറ്റേറ്റർ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ചാടി കയറിയിട്ട് ഏതെങ്കിലും ലാബിലോട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. NABL അക്രഡിറ്റേഷൻ ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ they will give some kind of credibility with the customer, regulatory bodies and other stakeholders. And it will provide international recognition. ഇപ്പൊ ഇവിടെയുള്ള റിസൾട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് അവിടെ വർക്ക്ഔട്ട് ആവും. Then improved operational efficacy. So by improving the quality or standard of the testing, it will automatically identify the quality error of their product as well as services. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന റിസൾട്ട് മോശമാവുന്ന സമയത്ത് അവർക്ക് അത് റെക്ടിഫൈ ചെയ്യാതെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂല. ആ ഓർഗനൈസേഷൻ തന്നെ ഡെവലപ്പ് ആവും. ഓക്കെ, നൗ റെഗുലേറ്ററി കംപ്ലൈൻസ് ബൈ ഫോളോയിങ് ദ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ഇറ്റ് വിൽ ബി വെരി ഈസി. പലപ്പോഴും റെഗുലേറ്ററി കംപ്ലൈൻസ് വളരെ ഈസി ആയിട്ട് മീറ്റപ്പ് ചെയ്യും. കാരണം അക്രഡിറ്റേഷന്റെ ലെവൽ കുറച്ച് മുകളിലാണ്, റെഗുലേറ്ററി റിക്വയർമെന്റ് അതിന്റെ താഴെ വരുള്ളൂ. റെഗുലേറ്ററി റിക്വയർമെന്റ് ഇല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യും. അക്രഡിറ്റേഷൻ പ്രോസസ് ഒക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റെഗുലേഷൻ ഒക്കെ സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്യും. ഇറ്റ് വിൽ ഗിവ് ആൻ ആക്സസ് ടു ദ ഗ്ലോബൽ മാർക്കറ്റ്. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി വെരി ഈസി by ensuring the laboratory results are recognized and accepted by the foreign customers as well as regulatory authority. Risk management, by identifying the risk which involved in the quality of the product. It will be, if the organization is have a risk management approach, they will identify the risk and they will rectify the risk. ക്വാളിറ്റിയിൽ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചേഞ്ച് വന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യും, അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്. സോ എവറി 2 ഇയറിൽ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ പോകും. അപ്പോൾ ആ സ്റ്റാൻഡേർഡിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ ലാബിലും മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടൂല. അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കും. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് NABL accreditation process. So this is the conclusion of the NABL accreditation. So we have discussed what is accreditation, what is the difference between the accreditation and certification, and what are the different terms which is used in the accreditation process, like conformity assessment body, and what is NABL,
NABL എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. What are the different principles of NABL, validity of NABL accreditation, procedure of NABL, and what are the different benefits of NABL accreditation process. These are some of the reference. So that's all about the NABL accreditation, National Accreditation Board of Testing and Calibration Laboratory. Thank you.